ഞാനിപ്പോൾ ഇവിടെ ഒരു ഹോൾട്ടർ നെക്ക് ക്രോപ്പ് ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത്. സാധാ നമ്മൾ ടോപ്പിന് അടയാളപ്പെടുത്തുമ്പോൾ തന്നെ എല്ലാം മാർക്ക് ചെയ്യുക. 4 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക, 2 ഇഞ്ച് നെക്ക് വിട്ട് മാർക്ക് ചെയ്യുക. കൈക്കുഴി വെറുതെ, അതായത് ആം ഹോൾ വെറുതെ ഒന്ന് നമ്മൾ സാധാ പോലെ 4 തന്നെ മാർക്ക് ചെയ്തു ഒന്ന് കുഴിക്കണം. നമ്മൾ 1 ഇഞ്ചാണ് താഴത്തേക്ക് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 2 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്തുമാണ്. ആ വിഡ്ത്തിൽ നിന്ന് നമ്മൾ ആം ഹോളിൻ്റെ സൈഡിലേക്ക് ഷേപ്പ് ഇട്ടൊന്ന് വരയ്ക്കണം. ആദ്യം ലെവൽ ചെയ്യാതെ ഒരു വര വരച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊന്ന് ഷേപ്പാക്കി വരയ്ക്കാം. അപ്പോൾ 1 ഇഞ്ച്, 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് അകലത്തിൽ ഉണ്ടോ, അതാ നേർരേഖയായിട്ട് ആദ്യം ഒന്ന് വരച്ചതിന് ശേഷം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഷേപ്പ് ഇട്ടാലും മതി. അതാണ് വീണ്ടും ഒന്നുകൂടി കാണിച്ചത്. ആദ്യം ഷേപ്പ് ഇട്ട് വരച്ചു, പിന്നെ ഞാൻ കാണിക്കാൻ വേണ്ടി വരച്ചതാണ്. 6.5 ഇഞ്ച് ചെസ്റ്റും 6.5 ഇഞ്ച് അടിവശം ഷേപ്പ് ചെയ്യണ്ടേ. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. ഇത് ലൈനിങ് പീസിലാണ് വെട്ടുന്നത്. ലൈനിങ് പീസ് 4 പീസുണ്ട്. കാരണം ഈ ഹോൾട്ടർ നെക്കിൻ്റെ ടോപ്പ് തുണി കനം കുറഞ്ഞൊരു തുണിയാണ്. അപ്പോൾ അതിങ്ങനെ നല്ല സ്റ്റിഫായി നിൽക്കാൻ വേണ്ടി ഡബിളായിട്ടാണ് ലൈനിങ് ഇടുന്നത്. നിങ്ങളത് നല്ല കട്ടിയുള്ള തുണിയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറും തുണി മാത്രം മതി. അതായത് മെയിൻ പീസ് മാത്രം മതി, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതൊരു പിന്നെ ഷിഫോൺ പോലൊരു മെറ്റീരിയലാണ്. അത് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് നന്നായി ഇങ്ങനെ മടക്കൊക്കെ തെളിഞ്ഞ് കാണും. നമ്മൾ മടക്കി തയ്ക്കുന്നതൊക്കെ ഹാം ഹോളൊക്കെ തയ്ച്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചതൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് ഇതാണ് മെയിൻ പീസ് വരുന്നത്. ഇങ്ങനെ കാണുന്ന തുണി ആയതുകൊണ്ടാണ്. പിന്നെ നീങ്ങി പോവാതിരിക്കാൻ 4 സൈഡിലും ഞാൻ പിന്ന് വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട്. 2 പീസും അങ്ങനെ എടുക്കുകയാണ്. ആ പീസ് തെളിഞ്ഞ് കാണുന്നുണ്ട്. 2 പീസ് ഞാൻ ലൈനിങ് വെച്ചിട്ടുണ്ട്. കാരണം ക്രോപ്പ് ടോപ്പാണ്, കോളർ വെച്ചതാണ്, ആൾട്ടർനെക്ക് ആവുകൊണ്ട് ഒന്ന് വൃത്തിക്ക് ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തുണി തന്നെ കൊടുക്കണം. 2 പീസും വെട്ടിയെടുത്തു. ഇനി ഞാൻ നല്ല പീസിനെ ലൈനിങ്ങിലേക്ക് മറച്ച് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. കാരണം നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് നല്ല വശം അപ്പുറത്തേക്ക് തിരിച്ച് മറിക്കണം. കാരണം ആം ഹോളൊന്നും പിന്നെ നമ്മൾ ക്രോസ് പീസ് വെച്ച് മടക്കി തയ്ക്കുന്നില്ല. അതിന് പകരം നല്ല പീസിനെ ചീത്ത വശം മുകളിലേക്ക് ആക്കി വെച്ചിട്ട് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ പണികളില്ല, പെട്ടെന്ന് കഴിയും. കാരണം ക്രോസ് വെട്ടണ്ട, അത് വെച്ച് തയ്ക്കേണ്ട, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. രണ്ട് പീസിൻ്റെയും തയ്ക്കുകയാണ്. അതിന് ശേഷം ആ പിന്നുകളൊക്കെ നമ്മൾ അഴിക്കണം. എക്സ്ട്രാ വരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് കളയുക. മെയിൻ പീസ് കറക്റ്റായി വെട്ടിയതല്ല, വെറുതെ വെച്ചിട്ട് അതുപോലെ ഈ കറക്റ്റ് വെട്ടിയ ലൈനിങ് പീസ് വെച്ചിട്ട് പിൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കുറച്ച് തുമ്പൊക്കെ വരും. ആ തുമ്പൊക്കെ വെട്ടിക്കളയണം. അടിവശമൊക്കെ മറച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അടിവശം തയ്ച്ചു. ഇനി നമ്മൾ നെക്കിൻ്റെ പോർഷനാണ് തയ്ക്കാതെ വിട്ടിട്ടുള്ളത്. നമുക്ക് മറിക്കാൻ വേണ്ടിയാണ് നെക്ക് പോർഷൻ തയ്ക്കാതെ ഇട്ടത്. അപ്പുറത്തെ രണ്ടാമത്തെ പീസ് 2 പീസ് ഉണ്ടല്ലോ, ഫ്രണ്ടും ബാക്കും, അത് 2 വെട്ടാണ്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ ബാക്ക് പീസിന് ഓപ്പൺ കൊടുക്കണം. കാരണം ഈ നെക്ക് ആൾട്ടർ നെക്ക് ആവുകൊണ്ട് നെക്ക് വരെ ഇങ്ങനെ നിൽക്കുന്ന നെക്കല്ലേ വരുന്നത്, കോളർ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഊരാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നെക്ക് ബാക്ക് വശം നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ സിബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിബ് വെക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും, എന്നാലും ഇനിയൊരു വീഡിയോയിൽ അത് കാണിച്ചു തരാം. സിബ് വെറുതെ വെച്ചങ്ങോട്ട് അപ്പുറത്തേക്ക് വെച്ച് തയ്ച്ചിട്ടേ ഉള്ളൂ. ആ സെൻറ്റർ വശം കട്ട് ചെയ്തെടുക്കുക. നമ്മൾ തയ്ച്ചതിൻ്റെ സെൻറ്ററിൽ കൂടെ അപ്പുറം ഇപ്പുറം ഓരോ സ്റ്റിച്ച് എടുത്ത് കൊടുത്തു, അതിൻ്റെ സെൻറ്ററിൽ കൂടെ തയ്ച്ചു കൊടുക്കുക. ഞാൻ 2 സൈഡിലേക്കും ഓരോ പട്ട പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ചെയ്തിട്ട് ഹുക്ക് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ല സിബാണെങ്കിലും ഒരു അങ്ങനെ നല്ല സ്റ്റിഫായി നിന്നോട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു പട്ട കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ മെയിൻ തുണി ഒരു സോഫ്റ്റായ തുണിയാണ്, ഷിഫോൺ പോലെ തെളിഞ്ഞ് കാണുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതൊരു ബാക്ക് വശമൊക്കെ ഒന്ന് വൃത്തിയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ സാധാ തയ്ക്കുന്ന പോലെ തന്നെ ഇത് വെച്ച് മറിച്ച് വെച്ചതിന് ശേഷം ഞാൻ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. സിബ് വേണ്ട എന്ന് വെച്ചാലോ അത് അവിടെ പതിച്ചടിച്ചതിന് ശേഷം നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാം. കുട്ടികൾക്ക് അഴിക്കാനും ഇടാനും ഒക്കെ എളുപ്പമാവും സിബിനേക്കാൾ. സിബാകുമ്പോൾ നമുക്ക് തയ്ച്ചെടുക്കാൻ എളുപ്പമാണ്. ഒരു വശം റെഡിയായി, അപ്പുറത്തെ വശം കൊണ്ട് റെഡിയാക്കാണ്. നീ ഹുക്ക് വെക്കുകയാണ് വേണ്ട വെച്ചാൽ ഹുക്ക് വെക്കാം, സിബ് വെച്ചോളന്നില്ല. കുട്ടികളുടെ കോളർ നെക്ക് അതായത് വാൾട്ടർ നെക്ക് ആദ്യമായിട്ട് തയ്ക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആദ്യമായിട്ട് തയ്ക്കുകയാണ്. അപ്പോൾ അത് എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നമ്മൾ സിബ് വയ്ക്കുമ്പോൾ ഈ പട്ടയൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. രണ്ട് വശത്തും മറിച്ചടിക്കേണ്ടി ഹുക്ക് വയ്ക്കാനുള്ള പട്ട വയ്ക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഈ കുട്ടികളെ ഡ്രസ്സാവുകൊണ്ട് സിബ് രണ്ട് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ അത് പോന്നു കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് കളഞ്ഞതിന് ശേഷം ഒരു ഹുക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് അങ്ങനെ സെക്യൂറാക്കി വെച്ചു എന്ന് മാത്രം. തുമ്പ് വെട്ടിക്കളയാണ്. അതിന് ശേഷം നമ്മൾ കോളറിനാണ്, കോളർ 13 ഇഞ്ച് വിഡ്ത്ത് ഉള്ള കോളർ അല്ല 13 ഇഞ്ച് നീളമുള്ള കോളറാണ്, 2 ഇഞ്ച് വിഡ്ത്തുമാണ്. അതൊരു നേരെയുള്ള പീസ് മാത്രം എടുത്ത് 2 പീസുകളും നമ്മൾ സാധാ കോളർ വയ്ക്കുമ്പോൾ തന്നെ, കോളർ വയ്ക്കുന്നതൊക്കെ ഞാൻ മുൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വെട്ടുന്നതൊക്കെ. ഇത് സാധാ ഒരു പീസ് എടുത്തു, 13 ഇഞ്ച് ലെങ്ത് ഉള്ളൊരു പീസ്, 2 ഇഞ്ച് വിഡ്ത്തുള്ള പീസാണ്. അത് ലൈനിങ്ങും ക്യാൻവാസും വെച്ചിട്ട് മറച്ചു വെച്ചു. ക്യാൻവാസ് വെച്ചോളന്നില്ല ഈ ഹോൾഡർ നെക്കിന്, പക്ഷെ ക്യാൻവാസ് കൂടി വയ്ക്കുമ്പോൾ ഒന്നും കൂടി വൃത്തിയായിട്ട് നിൽക്കും. വെച്ചു, അത് മുൻവശത്ത് വെച്ചടിച്ചു. പിന്നെ ബാക്ക് പീസ് വെക്കുമ്പോൾ ഈ ബാക്ക് പീസുകൾ രണ്ടും തമ്മിലും ഫ്രണ്ട് പീസും തമ്മിൽ 1 ഇഞ്ച് അകലം ഈ ഷോൾഡർ ഭാഗത്ത് ഗ്യാപ്പ് വേണം. അങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ കോളർ തയ്ക്കേണ്ടത്. സ്ലീവ് ഇല്ലാണ്ടാണല്ലോ തയ്ക്കുന്നത്. അപ്പം നമ്മൾ ഈ സ്ലീവ് അതായത് ഷോൾഡർ വരുന്ന ഭാഗത്ത് 1 ഇഞ്ച് അകലം വേണം ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ. അപ്പം അത്ര സ്ഥലം കുറച്ച് ഭാഗം കോളർ മാത്രമായിട്ട് കാണും. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടുണ്ടാവുമല്ലോ ചിത്രത്തിലോ അല്ലെങ്കിൽ ഇട്ടിട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. 2 ഭാഗത്തും വെച്ച് തയ്ക്കുകയാണ്. ബാക്ക് പീസിലേക്കാണ് ബാക്കി വശം, ഫ്രണ്ട് വശം തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി ബാക്ക് വശത്ത് വയ്ക്കുകയാണ്. സിബ് വെച്ച് കഴിഞ്ഞത് കൊണ്ട് നമുക്കിനി അവിടെ ഹുക്ക് വെച്ചോളണമെന്നില്ല. ഇനി ആ കഴുത്ത് വശം ആ എൻഡിൽ വേണമെങ്കിൽ ഒരു ഹുക്ക് വെച്ച് കൊടുക്കാൻ നല്ല ടൈറ്റായി നിന്നോളും. ഞാൻ ഹുക്കൊന്നും വെക്കുന്നില്ല, സിബ് വെച്ചപ്പോൾ തന്നെ നല്ല വൃത്തിയായി നിൽക്കുന്നുണ്ട്. ഇനി അതിനെ കോളർ വെക്കുന്നത് മുൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അറിയാത്തവരൊന്നും കണ്ടു നോക്കുക. ഇങ്ങനെയാണ് കോളറിൻ്റെ എൻഡ് വശം വൃത്തിയായി കിട്ടുക എന്ന് കാണിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് തയ്ച്ചെടുക്കുക. കോളറിനെ മറിച്ചെടുത്തു. കത്രികയോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി അതിൻ്റെ എൻഡ് ഭാഗം നല്ല വൃത്തിയിൽ നിൽക്കണം. കോളറാവുകൊണ്ട് കോളറാണല്ലോ പെട്ടെന്ന് കാണുക. ആ ഡ്രസ്സിൻ്റെ ഭംഗി തന്നെ, ഓൾട്ടർനെക്കിൻ്റെ ഭംഗി തന്നെ കോളറാണ്. ആ കോളർ നല്ല ടൈറ്റ് ഫിറ്റായി നിന്നാൽ മാത്രമേ ആ ഡ്രസ്സിന് ഭംഗിയുള്ളൂ. പിന്നെ നമ്മളത് പതിച്ച് സ്ലീവിൻ്റെ അവിടെ പിന്നെ കോളറിനെ ഒന്നും നമ്മൾ പതിച്ച് തയ്ച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പതിച്ച് തയ്ക്കണം. വെറുതെ വെച്ച് തയ്ച്ചതിന് ശേഷം മറിച്ചിട്ടു, എന്നിട്ട് കോളർ വെച്ചു.
കളർ വെച്ചതിന് ശേഷം നമ്മളതൊന്നും പതിച്ച് തയ്ച്ചിട്ടില്ല. ഇനിയിപ്പോൾ സൈഡ് വശം ജോയിൻ്റ് ചെയ്യാണ്. നമ്മളെ ഡ്രസ്സിൽ എവിടെയും തുമ്പുകളൊന്നും പുറത്തേക്ക് കാണാണ്ടാണ് തയ്ച്ചിട്ടുള്ളത്. കാരണം ഇത് തുമ്പ് പുറത്തേക്ക് വന്നാൽ ഒരു നൂല് പുറത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോന്നുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തുമ്പ് കാണാതെ തയ്ച്ചതാണ്. ഫ്രണ്ട് വശം നമ്മൾ കോളർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതിനെ പതിച്ച് തയ്ച്ചിട്ടില്ല. അപ്പോൾ അത് പതിച്ച് തയ്ക്കുകയാണ്. തയ്ച്ച് ഇപ്പുറത്തെ വശത്തേക്ക് വരികയാണ്. കോളറിൻ്റെ രണ്ട് വശത്തേക്കും സെൻറ്റർ വശത്തു നിന്ന് തയ്ക്കുകയാണ്, പതിച്ച് തയ്ക്കുകയാണ്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.